അറിയോ? അറിയായികൊന്നുമില്ല. ഇയാളെ നിങ്ങളുടെ ആരാണെന്നാ പറഞ്ഞത്? ബന്ധു. ബന്ധുന്ന് വെച്ചാ ആരായിട്ട് വരും? ഇവരുടെ അമ്മാവന്റെ മകൻ. ഇയാളിപ്പോ എവിടെയുണ്ട്? അത് ശരി, അപ്പോ ഇവിടെ ഇല്ലേ? ഇവിടെ താമസം ഉണ്ടെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. റൂം എടുത്തിരുന്നുള്ളത് സത്യ, പക്ഷെ അതിപ്പോ 1 മാസമായി. എന്നിട്ട് കുളിച്ച് ഫ്രഷായി ഓഫീസിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പിന്നെ ഈ കക്ഷി ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. അല്ല, തിരിച്ചു വന്നിട്ടില്ലെന്ന് വെച്ചാ? തിരിച്ചു വന്നിട്ടില്ല തന്നെ. 4 ദിവസം ഞങ്ങൾ കാത്തു. എന്നിട്ടും കാണാതായപ്പോ റൂം തുറന്ന് ബാഗും സാധനങ്ങളും എടുത്ത് ഞങ്ങൾ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. പിന്നീട് ഒരു വിവരം ഉണ്ടായില്ല. എവിടുന്ന്? ഇതൊന്നും ഞങ്ങൾക്കൊരു പുത്തരിയല്ല. ഇങ്ങനെ പല തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് പലരും ഇവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിലൊന്നായിട്ട് ഞങ്ങൾ ഇതിനെ കണക്കാക്കിയിട്ടുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ഒരാളല്ല ഇയാള്. വളരെ ഡീസന്റാ. അത് പുറത്തേക്ക്, ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പഠിച്ച കള്ളന്മാരാ സാറേ ഇവരൊക്കെ. അല്ല, അന്ന് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ ടൗണിൽ വെച്ച് വല്ല ആക്സിഡന്റോ മറ്റോ? എന്നാ പത്രത്തിൽ കാണാണ്ടിരിക്കോ? അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച് വരണ്ടല്ലേ? ഇത് ഇത്രയ്ക്ക് ചിന്തിച്ച് വിഷമിക്കാനൊന്നുമില്ല സാറേ. മുങ്ങിയതായിരിക്കും. അല്ല, ഈ കുട്ടിയായിട്ട് എങ്ങനെ? കുഴപ്പം വല്ലതും ഉണ്ടോ? ഏയ്, മനസ്സുകൊണ്ട് ഇഷ്ടമായിരുന്നു, അത്രേ ഉള്ളൂ. എങ്കിൽ രക്ഷപ്പെട്ടൊന്ന് കരുതാ. അല്ല, ബാഗും ചില സാധനങ്ങളും ഇവിടെ ഉപേക്ഷിച്ചു പോയിന്ന് പറഞ്ഞില്ലേ? ഉവ്വ്. അതൊന്ന് കിട്ടിയിരുന്നെങ്കില് ഇത്രയും നാളെ സൂക്ഷിച്ചതിന് എന്താ വേണ്ടെന്ന് വെച്ച് തന്നേക്കാം. അത് അല്ല, വല്ല പോലീസ് കേസോ മറ്റോ വന്നാല് ഒരു എവിഡൻസിന് വേണ്ടി വെച്ചിരിക്കാ ഞങ്ങള്. കൊണ്ടുപോകാനല്ല, ഒന്ന് നോക്കിയേ വേണ്ടു. സ്റ്റോർ റൂമില് അന്ന് കാണാതെ അയാളുടെ ബാഗ് സാധനങ്ങളും വെച്ചിട്ടില്ലേ? അതും എടുത്തോണ്ട് വാ. നിങ്ങൾ അവിടെ ഇരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എവിടെ പോയിരിക്കുവൻ? പോടാ പുല്ലിയെന്ന് കരുതി ഉപേക്ഷിച്ച് പോകാനും കഴിയുന്നില്ല. വല്ലാത്തൊരു ഗതികേട് തന്നെ. ഉമയ്ക്ക് ചായ കഴിക്കണം. വേണ്ട. ഇതാകെ നനഞ്ഞിട്ടുണ്ടല്ലോ. മുറിയിലെ പൈപ്പ് ലീക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാ.